ഗുഡ് മോർണിംഗ് പറ. നമുക്ക് എണീച്ചിട്ട് പാപ്പ കഴിക്കണ്ടേ? ഓക്കേ. ഇതൊരു സൺഡേ മോർണിംഗ് ആണ്. കുറേ ആയി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ലേറ്റ് ആയിപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ. സൺഡേ ആകുമ്പോൾ പിന്നെ അറിയാലോ, നല്ല ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. ഞങ്ങളെല്ലാവരും ഒരേ സമയത്താണ് എണീറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും ബ്രഷൊക്കെ ചെയ്തു. രാവിലെ ചേമ്പ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിള്ളേർക്കാണെങ്കിൽ ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തേങ്ങയൊക്കെ ഇട്ട് വെക്കും. പിന്നെ ഒരു ചെറിയ ചമ്മന്തി, ഉള്ളിയും പച്ചമുളകൊക്കെ അരച്ചിട്ടൊരു ചമ്മന്തിയും വെക്കും. ഈ ചേമ്പാണെങ്കിൽ ഭയങ്കര ചൊറിയുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ ചേമ്പും അങ്ങനെ ചൊറിയില്ല തോന്നുന്നു, എനിക്കറിയില്ല. മുന്നേ ഞാൻ ഒരിക്കൽ ഇതേപോലെ ഉണ്ടാക്കിയത് വലിയൊരു ചേമ്പായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ കൈയൊന്നും അങ്ങനെ ചൊറിയണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നന്നാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൈ ചൊറിയണ പോലെ തോന്നി. ഞാനാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫുഡൊക്കെ വേസ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തെങ്ങുണ്ട്. അപ്പോൾ അതിൻ്റെ കടക്കിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഫുഡൊക്കെ അങ്ങനെ വേസ്റ്റ് ആകുമ്പോൾ തോന്നും, അയ്യോ ഫുഡ് വേസ്റ്റ് ആയാലും നാളെ ഞാൻ അങ്ങനെ വേസ്റ്റ് ആക്കില്ല എന്നൊക്കെ വിചാരിക്കും. വേസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമം തോന്നും. പക്ഷേ നമ്മളത് അവിടെ ഈ തെങ്ങിൻ്റെ കടയൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ വരാൻ ഒരുപാട് ആളുകളുണ്ട്. ഒരു അണ്ണാരി വരും, പിന്നെ മയിലുകൾ വരും, അതേപോലെ കാക്ക, പൂച്ച, ഒരുപാട് പേരുണ്ട് വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വേസ്റ്റ് ആയാലും എനിക്കങ്ങനെ വലിയ വിഷമം തോന്നില്ല, കാരണം അത് കഴിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് പൊട്ടിക്കാനാണ് ഈ പോകുന്നത്. ഇതിൽ നല്ല വെള്ള കളറുള്ള മുളക് ഉണ്ടാവും. ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിത് കുറേ സുർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചോറിലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ചമ്മന്തി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ചേമ്പും ഈ ചമ്മന്തിയും നല്ലൊരു കോംബോ ആണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരാണെങ്കിൽ പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ മണ്ണിട്ട് കളിക്കുന്നത്. ഇതിൻ്റെ ചീനച്ചട്ടിയിലാണ് രാവും മണ്ണും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇരുന്നിങ്ങനെ കലക്കുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ രാവും മസാല ഡപ്പൊക്കെ എടുത്തിട്ട് അതിന് ഉപ്പും മുളകൊക്കെ എടുത്ത് കൊണ്ടുപോവുക, എന്നിട്ട് മണ്ണിലിട്ടിട്ട് കലക്കി കളിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഓരോ പരിപാടികൾ. ഇതൊരു ദിവസം എടുത്തു കൊണ്ടുവന്ന് കണ്ടപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, രാവു എന്തിനാ ഇതിങ്ങനെ എടുത്തു കൊണ്ടുവന്നേ, എത്ര രൂപ കൊടുത്ത് വാങ്ങിയതാ, കഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം അതിൻ്റെ ശേഷം അവൻ ഒറ്റയ്ക്ക് എടുത്ത് പോവില്ല. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അമ്മേ കുറച്ച് ഉപ്പ് തരുമോ, കുറച്ച് ഉപ്പ് തരുമെന്നൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ എടുത്ത് കൊടുക്കും. അതാണെങ്കിൽ പോയി മണ്ണിൽ കലക്കി കറിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവിടെ പോയിരുന്ന് ചെയ്യും. അവൻ ഈ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾ പണ്ട് ചെറുതിൽ കളിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഇതേപോലെ ഓരോ പ്രാന്ത്. കുഞ്ഞിച്ചോറും കൂട്ടാനൊക്കെ വെച്ച് കളിക്കും. ഇതേപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് വന്നിട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് എനിക്കും എൻ്റെ കസിനൊക്കെ ഒരുപാട് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് ശരിക്കും കുഞ്ഞിച്ചോറും കൂട്ടാനും വെച്ച് കളിക്കുമ്പോൾ അതൊരു കംപ്ലീറ്റ് ആവണമെങ്കിൽ ശരിക്കും അതൊരു കറി പോലത്തെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടാലല്ലേ അത് കറക്റ്റ് ആവുള്ളൂ. ആ ഒരു ഫീൽഡിൽ ഞങ്ങൾ കുറേ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയല്ല രാവും ചോദിക്കണം. അപ്പം ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് അവസാനം കുറച്ച് വെളിച്ചെണ്ണി അതിൻ്റെ മേലെ ഒന്ന് ഇട്ടിക്കും. പിന്നെ ചേമ്പാണെങ്കിൽ ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ഉടച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ മുട്ടയും കൂടി ഞാൻ ഉണ്ടാക്കും. പക്ഷേ പിള്ളേർക്ക് നമുക്ക് അവർ ഒറ്റയ്ക്ക് കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൽ ഇതേപോലെ ഈ ചേമ്പും മുട്ടയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ചേമ്പ് കഴിക്കും, മുട്ട അവിടെയൊക്കെ പരത്തും. അങ്ങനെയൊക്കെ ഓരോ സ്വഭാവങ്ങളാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചേമ്പ് കൊടുക്കും. ചേമ്പ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുന്നത് അത് ആദ്യം കൊടുക്കും. അപ്പോൾ അത് കൊടുത്ത് അത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മുട്ട എടുത്തിട്ട് മുട്ട കൊടുക്കും. അപ്പോൾ അവരത് കഴിക്കും. അല്ലെങ്കിൽ രണ്ടും അവർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് എന്തായാലും അവിടെ ഇവിടെയൊക്കെ കളഞ്ഞ്, കുഞ്ഞാണെങ്കിൽ സോഫയുടെ അവിടെയൊക്കെ ഇങ്ങനെ കളയുക, സോഫയുടെ ഉള്ളിലേക്ക് ഇടുക, ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളാണ്. അവർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും അവർ ഒറ്റയ്ക്ക് തന്നെ കഴിക്കാറ്. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ നല്ല പണിയാണ്, കാരണം എല്ലായിടത്തും കളഞ്ഞിട്ടുണ്ടാകും, എവിടെയെങ്കിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നമ്മൾ കുറച്ച് നേരം ഇരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് മിക്കപ്പോഴും അവരൊറ്റയ്ക്ക് കഴിക്കും, ഇടയ്ക്കൊക്കെ ഞാൻ തന്നെ വാരി കൊടുക്കും. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ചേമ്പ് ഫാനിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവുണ്ണിയാണെങ്കിൽ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. കുഞ്ഞാണെങ്കിൽ വെള്ളത്തിലൊക്കെ കളിച്ച് ഒരു ദിവസം ഒരു 3-4 ഡ്രസ്സെങ്കിലും അവൾ ഇടും, വെള്ളം നനച്ചിട്ടും ഇതാക്കിയിട്ടും ചളിയാക്കിയിട്ടൊക്കെ. അങ്ങനെ ഡ്രസ്സ് മാറ്റി കൊടുത്തത് വീണ്ടും ചളിയാക്കി. അങ്ങനെ അതൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡ്രസ്സ് ഇട്ട് കൊടുത്ത് അത് വീണ്ടും ചളിയാക്കിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി നടന്നിട്ട്. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ കുറച്ച് ഞാവൽപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മീൻകുട്ടികളുടെ അടുത്തേക്ക് പോയത്. അവർക്ക് എന്നും രാവിലെയാണ് തീറ്റ കൊടുക്കാറ്. അപ്പോൾ രാവുണ്ണിയും കുഞ്ഞും കൂട്ടിയിട്ടാണ് തീറ്റ കൊടുക്കുക.
കുഞ്ഞു കുഞ്ഞു ഗുഡ് ഗേൾ. വാവ് കഴിഞ്ഞു. ഇനി ചേട്ടാ കോൺസെൻട്രേഷൻ കുഞ്ഞി അടി വേണോ? കുഞ്ഞിക്കാണെങ്കിൽ എത്ര തീറ്റ ഇട്ട് കൊടുത്താലും മതിയാവില്ല, അവൾക്ക് വീണ്ടും വീണ്ടും തീറ്റ ഇട്ട് കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ മീൻകുട്ടികളതിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ വാങ്ങുമ്പോൾ ആകെ 4 എണ്ണോ 5 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിൽ ഒരുപാടെണ്ണം പല ഡിഫറെൻറ്റ് കളേഴ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ പുതിയൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഓറഞ്ച് കളറുള്ളത്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് വഴുതനങ്ങ ഇരിപ്പുണ്ട്, അപ്പോൾ അത് വെച്ചിട്ടൊരു മെഴുക്ക് പുരട്ടും. അപ്പോൾ ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് സവോളും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും ആദ്യം ഒന്ന് ചതയ്ക്കും. അപ്പോൾ അത് കടുക് പൊട്ടിച്ചിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ട് പിന്നെ ഈ വഴുതനങ്ങ ഇടും, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടും. അങ്ങനെയാണ് ഈ ഒരു മെഴുക്ക് പുരട്ടി വെക്കുക. അങ്ങനെ ആ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര കാറ്റും ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മഴക്കാറ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. നന്നായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ വീശി ഓരോ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഈ കിച്ചണിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ അടുക്കളയുടെ ഈ വാതിൽ തുറന്നിട്ടിട്ട് കുക്ക് ചെയ്യാൻ ഇഷ്ടം. കാരണം നല്ല കാറ്റ് വീശും, നല്ല സുഖമാണ്, നല്ല കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാൻ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ ഫ്ലെയിം അത് കെട്ടുപോകും. അതുകൊണ്ട് നമുക്കത് തുറന്നു വയ്ക്കാൻ ഒരു പാകമില്ല. അതായത് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലൊക്കെ നമുക്ക് കുക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കില്ലേ, ആ സമയത്തൊക്കെ നമുക്ക് ഈ ഫ്ലെയിം കെട്ടുപോകും. ചിലപ്പോൾ നമ്മൾ അറിയില്ല, മണം ഇങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുക. അപ്പോൾ അതിനുശേഷം ഞാൻ എപ്പോഴും ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ പിന്നെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു നോർമൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സവോള നന്നായി വാട്ടി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരുജീരകം കുരുമുളകൊക്കെ കൂടിയിട്ടിട്ടുള്ള പേസ്റ്റ് ഇടും. പിന്നെ തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് നന്നായി പേസ്റ്റായിട്ട് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല അങ്ങനെയുള്ള പൊടികളിട്ടിട്ട് പിന്നെ അതിലേക്ക് ചിക്കനും ഇടും. ചിക്കനാണെങ്കിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ തേച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതും ഇടും. അങ്ങനെ 2-3 വിസിലടിപ്പിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് മല്ലിയിലയും ലാസ്റ്റ് ഇടും. പിന്നെ അത് വെച്ച് ഞാൻ നേരെ കുളിക്കാൻ കയറി. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും നല്ല മഴ പെയ്യുന്നുണ്ട്. ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും കറിയൊക്കെ സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അതൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ അതിലേക്ക് മല്ലിയില ഇടും. ഈ പാടത്ത് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നെങ്കിൽ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നല്ല കാറ്റും വീശും. പിള്ളേരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുക. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് തിരിച്ച് പുറത്ത് പോയി നോക്കുന്ന സമയത്ത് ഇവർ 2 പേരും മഴയത്ത് നിന്ന് നനഞ്ഞ് കളിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പിടിച്ച് പിന്നെയും കയറ്റി പിന്നെയും ഡ്രസ്സ് മാറ്റി കൊടുത്തു. ഇങ്ങനെ ഒരുപാട് ഡ്രസ്സ് ഇടലും മാറ്റലൊക്കെയാണ് ഇവരുടെ ഓരോ പരിപാടികൾ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ അവർക്ക് വാരി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇതാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു സോഡയാണ്. 2 ദിവസം അത് പുറത്ത് വെച്ചു. പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് തണുപ്പിച്ചു. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തുറക്കാനുള്ള ഒരു ആവേശത്തിലായിരുന്നു ഞങ്ങൾ. കാരണം ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ നല്ലൊരു ഫ്രിസി ആയിട്ടുള്ള ഒരു നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്കൊരു പൈനാപ്പിളിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അല്ല എടുക്കുക. നമുക്ക് ഈ പനങ്കള്ളൊക്കെ കുടിക്കുമ്പോഴുള്ള തെങ്ങും കള്ളൊക്കെ കുടിക്കുമ്പോഴുള്ള ആ ഒരു ടൈപ്പ് ഒരു ടേസ്റ്റാണ്. അതേപോലെ ജീരക സോഡയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജീരക സോഡ ഇതേപോലെ പൊന്തി വന്നിട്ടില്ല, പക്ഷെ അത് നല്ല ഒരു ഫ്രിസി പോലെ ആയിരുന്നു അത്.
നല്ലൊരു ഗ്യാസ് അതൊന്നും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നമുക്ക് ജീരക സോഡ കുടിക്കും, ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നത്. അത്ര തന്നെ ഫ്രിഡ്ജി അല്ലെങ്കിലും ഏകദേശം അതേപോലൊക്കെ തന്നെയായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ച് ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എയർ ഫ്രയറിൽ റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് എയർ ഫ്രയറിൽ 2 ബാച്ച് ഇട്ടത്. ഞാൻ കുറച്ച് തോന ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 ബാച്ചായിട്ട് ഞാനത് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ തീരെ അതിൽ വെള്ളത്തിന്റെ അംശമൊന്നും പാടില്ല. ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് വെള്ളം കൊപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതാണെങ്കിൽ ഏകദേശം 20 മിനിറ്റോളം റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓരോ 5 മിനിറ്റ് ഇടവിട്ടിട്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നല്ല വിശപ്പ് തോന്നും, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കഴിക്കാൻ തോന്നും. അപ്പോൾ ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് സ്നാക്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു രാവും വീണ്ടും മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോവും. ഇരുട്ടാവണേക്കാട്ടും മുന്നേ കുറച്ച് നേരം പിന്നെയും മണ്ണിൽ കളിക്കും. അങ്ങനെ ഇരുട്ടാവുമ്പോഴാണ് ഒന്ന് ഉള്ളിലേക്ക് കയറുക. അപ്പോൾ വീണ്ടും അവരെ മേലേക്ക് കൊടുക്കുക, ഡ്രസ്സ് മാറ്റി കൊടുക്കുക, ഇതൊക്കെ തന്നെ പണി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ കുറേ നേരം വീണ്ടും ഉള്ളിലിരുന്ന് കളിക്കും. കുഞ്ഞും രാവും കുറേ പാട്ടൊക്കെ പാടും. കുറേ ഞാൻ GK ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചോദിക്കും. അപ്പോൾ അവർ അതിനുള്ള ഉത്തരമൊക്കെ പറയും. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്കുള്ള സെയിം ഫുഡൊക്കെ തന്നെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെയൊക്കെ എടുക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഡേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരേണ്ട.